6 വയസ്സുള്ള ഒരു കുഞ്ഞ് പേവിഷബാധയേറ്റ് മരിച്ച കാര്യത്തെ പറ്റിയിട്ട് റാബിസിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ എല്ലാവർക്കും ഉള്ള പോലൊരു ഹാബിറ്റ് എനിക്കും ഉണ്ട്. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന കാര്യം തന്നെ ആയിരിക്കില്ലേ, 6 വയസ്സുള്ള ഒരു കുഞ്ഞ് പേവിഷബാധയേറ്റ് മരിച്ച കാര്യത്തെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ന്യൂസായിരുന്നു, ഒരു പ്രമുഖ ന്യൂസ് ചാനലായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഡോക്ടർമാർ ഒരു വിശദീകരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഇട്ടിട്ട് കഴുകുന്നതിന് ഒരു ഡിലേ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്, പേവിഷബാധയേറ്റ് മരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ജസ്റ്റ് ഒരു പിക്ക് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ട ഉടനെ ഞാൻ ജസ്റ്റ് എന്താ പറയുക, എനിക്കൊരു ഹാബിറ്റ് ഉണ്ട് ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി. പക്ഷെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴാണ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാം എന്ന കാര്യം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ ടൈപ്പ് കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചികിത്സാ പിഴവ് എന്ന രീതിയിൽ ബേസ് ചെയ്തിട്ട് കുറേ കമൻറ്റ്സ്. ചില കമൻറ്റ്സ് ലൈക്ക് എന്താ പറയുക, കുറച്ച് മോശം വേർഡ്സൊക്കെ യൂസ് ചെയ്തായിരിക്കുമല്ലോ കമൻറ്റ് സെക്ഷനിൽ ചിലർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ ചിലർ വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് എന്താ പറയുക ഭരണത്തിലുള്ള ആൾക്കാരൊന്നും ഇവിടെ നിന്നിട്ട് ചികിത്സ എടുക്കാതെ പുറത്തു പോയി ചികിത്സ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട്, ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ചികിത്സാ പിഴവിനെ പറ്റിയിട്ട്, ചിലർ കമൻറ്റ് ചെയ്തേക്കുന്നത് ചികിത്സിച്ച ഡോക്ടറിനെ പറ്റിയിട്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് ആ കമൻറ്റ് ചെയ്യുന്ന സമയമല്ലേ എടുക്കുള്ളൂ, ജസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാനായിട്ട്. ഈ ന്യൂസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് ശരിക്കും എന്താ പറയുക, സോപ്പും വെള്ളവും ഇട്ട് കഴുകാനുള്ള ഡിലേ സംഭവിച്ചിട്ടാണോ എന്ന കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയില്ല. ആ വാക്സിനേഷൻ ഇഫക്റ്റീവ് അല്ലാത്തത് കാരണമാണോ സംഭവിച്ചിരിക്കുന്നതെന്നും എനിക്കറിയില്ല. എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പും വെള്ളവും ഇട്ട് കഴുകിയതിൻ്റെ ഡിലേ കാരണമാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് എന്താ പറയുക, സോപ്പും വെള്ളവും ഇട്ട് കഴുകിയില്ലെങ്കിൽ ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്നത് ഒരു നോർമൽ ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആ രീതിയിൽ ആരും ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സോപ്പും വെള്ളവും ഇട്ട് കഴുകാത്തത് കാരണം കൊണ്ടിട്ട് റാബിസ് വരാം എന്ന കാര്യത്തെ പറ്റിയിട്ടും ആരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. കണ്ടത് മുഴുവൻ ലൈക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്നവർ ഒന്നൊരു മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് വായിച്ച് നോക്കിയാൽ വളരെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ സോപ്പും വെള്ളവും ഇട്ട് കഴുകിയില്ലെങ്കിൽ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിനൊരു റീസൺ ആയിരിക്കുമോ എന്ന് ചിന്തിക്കാം എന്നതാണ്. ശരിക്കും എന്താ പറയുക, ഈ കമൻറ്റ് സെക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ബ്ലെയിം മാതിരി, അതിൻ്റെ പേരിലാണ് ബ്ലെയിം, ഇതിൻ്റെ പേരിലാണ് ബ്ലെയിം. എനിക്കറിയില്ല, മൊത്തം ചില കമൻറ്റ് സെക്ഷൻസ് നോക്കുമ്പോൾ അത്യാവശ്യം അങ്ങനെ തന്നെയാണ്, കുറച്ചൊരു ടോക്സിക് ആണ് എന്ന രീതിയിൽ പറയാമല്ലോ. ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാബിസിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവെയർ ആയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സോ ആ കാര്യത്തെ പറ്റി മാത്രം മെൻഷൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം, ആ കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഞാൻ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൾ കമൻറ്റ് ചെയ്തേക്കുന്നത്, അപ്പോൾ പിന്നെ സോപ്പും വെള്ളമിട്ട് മാത്രം കഴുകി കഴിഞ്ഞാൽ റാബിസ് വരാതിരിക്കുമോ എന്ന കാര്യമാണ്. ശരിക്കും എന്തൊക്കെയാണ് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുക എന്ന് എനിക്ക് ആ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ലൈക്ക് എന്തായാലും ഈ ടോപ്പിക്കിനെ പറ്റി എല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണല്ലോ. സോ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പട്ടി കടിച്ചു കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഇട്ട് കഴുകുക എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ എന്താ പറയുക, പേവിഷബാധ എന്ന് പറയുന്നത് സ്പ്രെഡ് ആവുന്നത്, ഈ റാബിസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. സോ അത് വന്നിട്ട് സ്പ്രെഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ളത് കടിച്ച ഡോഗിൻ്റെ സലൈവയിലാണ്. ഉമിനീരുണ്ടല്ലോ, ആ ഉമിനീരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാബിസ് എന്ന് പറയുന്ന വൈറസ് ഉള്ളത്. അപ്പോൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വൂണ്ട് വഴി അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഈ നെർവ്സ് ഉണ്ടല്ലോ, ഞരമ്പുകളിലോട്ട് ഇറങ്ങിയിട്ട് അത് നേരെ ബ്രെയിനിൽ ചെന്ന് റീച്ച് ചെയ്യും. സോ ഈ നെർവ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത് തടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 1 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ പട്ടി
കടിച്ചു കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ചിലപ്പോൾ അത് നക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉടനെ ചെന്ന് നല്ല രീതിയിൽ സോപ്പും വെള്ളം ഇട്ട് കഴുകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പും വെള്ളം ഇട്ട് കഴുകി അതിൻ്റെ ഉമിനീര് അതിൽ നിന്ന് മാറുക, എന്നിട്ടൊരു 15 മിനിറ്റ് നേരം എടുത്ത് നല്ല പതപ്പിച്ച് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ കഴുകുന്നത് വഴി തന്നെ ഒരുപാട് റാബിസ് വൈറസിനെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് ചെയ്യുന്നത് ഈ വൂണ്ടുണ്ടായി ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് വേണം നമ്മൾ നേരെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ സോപ്പും വെള്ളവും ഇട്ട് കഴുകി എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടും കാര്യമില്ല. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക. ഈ റാബിസിന് വേണ്ടിയിട്ടുള്ള കുത്തിവെപ്പുണ്ട്, വാക്സിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ആൻറ്റി റാബിസ് വാക്സിൻ എന്ന് പറയും. അതല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടായ മുറിവുണ്ടല്ലോ, ഈ മുറിവിന് ചുറ്റും എടുക്കുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അപ്പോൾ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇത് രണ്ടും എടുക്കില്ല, അതൊരു സാഹചര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാബിസിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സോപ്പും വെള്ളവും ഇട്ട് കഴുകുക എന്നത് തന്നെ പറയേണ്ടി വരും. ആ സോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക ബ്രാൻഡ് സോപ്പ് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. സോപ്പ് ഉപയോഗിച്ചാൽ മതി. സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ല പതപ്പിച്ച് കഴുകുക എന്ന് പറയുന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഗ്ലൗസ് ഉപയോഗിച്ച് കഴുകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. പിന്നെ അതല്ലാതെ വേറൊരു കാര്യം, നമുക്കിപ്പോൾ ഇവിടെ ഒരു മുറിവുണ്ടായി വേറെ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മുറിവിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു മുറിവായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക, അത് മാത്രം കഴുകിയിട്ട് ബാക്കിയുള്ള വൂണ്ട് കഴുകാതിരുന്ന് കഴിഞ്ഞാലും അത് ഡേഞ്ചർ തന്നെയാണ്. ആ കുട്ടിയുടെ ബോഡി മുഴുവൻ നമ്മൾ നിരീക്ഷിക്കണം, എവിടെയൊക്കെ വൂണ്ടുണ്ട് എന്ന കാര്യം. എന്നിട്ട് എല്ലാ വൂണ്ടിലും ചെന്നിട്ട് നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, വാക്സിൻ എടുപ്പിക്കുക. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പട്ടി കടിച്ചാൽ ഉടനെ ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയാവോ? ചൂട് വെക്കുക, തണുപ്പ് വെക്കുക, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ്, പിന്നെ അല്ലെങ്കിൽ മഞ്ഞൾ, അല്ലെങ്കിൽ എണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. റാബിസ് എന്ന് പറയുന്ന വൈറസ് ഉണ്ടല്ലോ, അത് നേരെ നമ്മുടെ ഈ സ്കിന്നിലല്ല ബാധിക്കുക, അത് നമ്മുടെ നെർവ്സിനെയാണ്, ഞരമ്പുകളെയാണ് ബാധിക്കുക. ഇത് ഞരമ്പുകളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ബ്രെയിനിലോട്ട് പോകും. നമ്മൾ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ് എടുത്ത് കഴുകി അത് വൃത്തിയാക്കി നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് വാക്സിൻ എടുക്കുക. അത് തന്നെയാണ് രീതി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതിനെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഡിലേ ആകുമ്പോഴത്തേക്കുമാണ് രോഗം വരാൻ കാരണമാവുക. ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പലരും കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിയാവോ, ഈ റാബിസ് വന്നു കഴിഞ്ഞാൽ 100% ഡെത്ത് റേറ്റ് ഉള്ള രോഗമാണ്. ഉറപ്പായിട്ട് മരിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം എന്ന് പറയുന്നതാണ് റാബിസ് എന്ന് പറയുന്നത്. ആ എടുത്ത വാക്സിൻ്റെ പാക്കേജ് ഇഫക്റ്റീവ് ആണോ എന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ വാക്സിനേഷൻ ഇഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പേര് പട്ടി കടിക്കുന്നു, ഒരുപാട് പേരും അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ? അതെന്തുകൊണ്ടാണ് സംഭവിക്കുക? കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇഫക്റ്റീവാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ വാക്സിൻ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് 4 ദിവസത്തേക്കായിരിക്കും ഈ വാക്സിൻ തരിക. അതായത് ആദ്യം ഈ ആൻറ്റി റാബിസ് വാക്സിൻ എന്ന് പറഞ്ഞല്ലോ, അത് വന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം ഈ ഡോസാണ് എടുക്കുക. 4 ദിവസമായിട്ട് എടുക്കുക. ഇനി ചിലപ്പോൾ അത് മസിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ഷെഡ്യൂളായിട്ടായിരിക്കും എടുക്കുക. ഈ വാക്സിൻ എടുക്കുന്നതിന് തന്നെ ഈ നമ്മൾ ഒരു ക്രൈറ്റീരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്ന് പറഞ്ഞ് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഈ സ്കിൻ വന്നിട്ട് മുറിവുകളോ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന സ്കിന്നിലല്ലാതെ ഇത് ഈ പട്ടി ചെന്നിട്ട് ഈ ഡോഗ് ചെന്നിട്ട് നക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് നല്ല രീതിയിൽ സോപ്പും വെള്ളമിട്ട് കഴുകുക, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോവുക. ഇതാ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് 2-ാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റഗറി 2 എന്ന് പറയുമ്പോഴത്തേക്കും മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചസ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് രക്തം ഒരു തുള്ളി പോലും പൊടിഞ്ഞിട്ടില്ലാത്ത അത്രയും അങ്ങനത്തെ കാറ്റഗറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കണമെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി വാക്സിനേഷൻ എടുക്കണം. നല്ല രീതിയിൽ സോപ്പും വാട്ടർ ഇട്ട് കഴുകുക, ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കേസ് എന്ന് പറയുന്നത് കാറ്റഗറി 3 എന്ന് പറയുന്നത്. കാറ്റഗറി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല ഡീപ്പായിട്ടുള്ള വൂൺസ് ഉണ്ടാവുക. ഡീപ്പായിട്ടുള്ള വൂൺസ് മാത്രമല്ല, രക്തം പൊടിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കാറ്റഗറി 3 ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ആ പട്ടി ചെന്നിട്ട് ആ ഡോഗ് ചെന്നിട്ട് നക്കിയത് ചിലപ്പോൾ ഫേസിൽ, അതായത് ഇപ്പോൾ വായിലോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസിൽ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിലോ ഫേസിലൊക്കെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഉടനെ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ബ്രെയിനുമായിട്ട് നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലേ ഫേസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ഡിലേ ആക്കാനേ പാടില്ല.
അപ്പോൾ ബ്ലഡ് പൊടിഞ്ഞിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ ഇപ്പോൾ വൈൽഡ് ആനിമൽസ്, ഇപ്പോൾ ബാറ്റൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സോപ്പും വെള്ളമിട്ട് കഴുകുക, ഹോസ്പിറ്റലിൽ പോവുക, വാക്സിൻ എടുക്കുക. പക്ഷേ വാക്സിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അത്യാവശ്യവും കൂടെ വരും. അത് നമ്മൾ കാറ്റഗറി 3 വരുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഈ കാറ്റഗറി നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല രീതിയിൽ സോപ്പും വെള്ളമിട്ട് കഴുകുക. നമ്മൾ എന്തിനൊരു കൺഫ്യൂഷൻ ആക്കുന്നത്, നേരെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഈ പോകുന്നത് ഡിലേ ചെയ്ത് പോവാതെ എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ പോവുക, എങ്കിൽ അത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും. എന്ന് കരുതി ഇപ്പം ഞാൻ ഇന്ന് കടിച്ചു, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ വാക്സിൻ എടുത്തിട്ട് ഇഫക്റ്റീവ് അല്ലേ അതുകൊണ്ട് ഞാൻ ഇനി എടുക്കണ്ടേ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിലേ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പോയി വാക്സിൻ എടുക്കുക. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് രക്ഷയുണ്ടാവും. നിങ്ങൾ ആദ്യമേ പോയി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകരുത്. കാരണം റാബിസ് എന്ന് പറയുന്നത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഡിസീസാണ്. വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്കതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, ജീവൻ പോകുന്ന ഒരു ഡിസീസ് തന്നെയാണ് റാബിസ്. മാത്രമല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് റാബിസ് എന്ന കാര്യവും പറയാം. അതുകൊണ്ട് നമ്മൾ അതിന് വരിക എന്ന് പറയുന്ന ഒരു കാര്യം ചിന്തിക്കുക കൂടെ ചെയ്തത്, വന്നിട്ട് നോക്കാമെന്ന് പറയുന്ന ഒരു കാര്യം റാബിസിലില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, മുലയൂട്ടുന്നവർ, ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ, ഇവരാരായാലും ഈ വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വാക്സിൻ എടുക്കാവുന്ന കാര്യമാണ്. റാബിസ് എന്ന് പറയുന്നത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലും പിന്നെ സോപ്പും വെള്ളമിട്ട് കഴുകുന്നതിലും ഇതിലും ഒന്നും ഒരു ഡിലേ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. പിന്നെ ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഈ റാബിസിനെ പറ്റിയിട്ട് ചില മിത്സ് ഉണ്ട്. ആ മിത്സിനെയും കൂടെ ക്ലിയർ ചെയ്തിട്ട് പോകാമല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെരുവ് നായ കടിച്ചാൽ മാത്രമേ റാബിസ് ഉണ്ടാവുള്ളൂ, വീട്ടിൽ വളർത്തുന്ന പട്ടി കടിച്ചാൽ വീട്ടിൽ വളർത്തുന്നതല്ലേ, അങ്ങനെ ഒരു ഫീലിംഗ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പട്ടിയാണ് കടിച്ചത് എന്ന കാര്യം നോക്കാതെ കറക്റ്റായിട്ട് ചെന്ന് ആ പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വാക്സിനേഷനൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബെറ്റർ സേഫ് ദാൻ സോറി എന്ന് പറയില്ലേ, നമ്മൾ എന്താ പറയുക, വെറുതെ എന്തിനാണ് ഒരു റിസ്ക് എടുക്കുന്നത്, പോയി കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമുക്ക് പറയാൻ പറ്റില്ല പെറ്റ് ഡോഗ്സ് കടിച്ചു കഴിഞ്ഞാൽ റാബിസ് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ആൾക്കാർ പറയുന്നൊരു കാര്യം, ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസ്ക് ഇല്ല എന്ന കാര്യം. അങ്ങനെയല്ല, ബ്ലീഡിങ് ഒന്നും വേണമെന്നില്ല. ചിലപ്പോൾ ചെറിയൊരു എന്താ പറയുക, ചിലപ്പോൾ ചെറുതായിട്ട് അത് നക്കുന്നത് കാരണമായിരിക്കും, ചിലപ്പോൾ അത് വന്നിട്ട് സ്ക്രാച്ച് കാരണമായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും. പക്ഷെ അത് കാരണം പോലും റാബിസ് വരാം. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് എന്താണ് ഇതൊന്നും നോക്കരുത്. പട്ടിയുമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിലേ ചെയ്യാതെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പട്ടി എന്നെ കടിച്ചു, പക്ഷെ പട്ടി വളരെ ഹെൽത്തിയാണ്, അതുകൊണ്ട് ഞാനിനി വാക്സിൻ എടുക്കണ്ട, അതും ഒരു മണ്ടത്തരമാണ്. ശരിക്കും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ കാരിയർ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ വൈറസിനെയും കൊണ്ടായിരിക്കും അത് നടക്കുക. നമുക്കതൊന്നും പറയാൻ പറ്റില്ല, അത് കാണിക്കാത്തതായിരിക്കും സിംറ്റം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെന്ന് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പട്ടി കടിച്ച് ഇനി അതിനെ നോക്കിയിരുന്ന സമയം കളയാതെ ഉടനെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ കടിച്ചാൽ ഉടനെ തന്നെ എനിക്ക് റാബിസ് വരും, ഉടനെ തന്നെ സിംറ്റംസ് കാണിക്കും, അങ്ങനെയല്ല. ചിലർക്ക് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും സിംറ്റംസ് കാണിച്ചവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ വാക്സിൻ എടുത്തിട്ടില്ല, നിങ്ങൾ കുറച്ച് ഡിലേ ആയി പോയി എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെന്നിട്ട് വാക്സിൻ എടുക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ് എന്താ പറയുക, പൊടിക്കൈകൾ. അതായത് ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾ, ഉപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കില്ലേ, അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം വാക്സിൻ എടുക്കുന്നത് ഡിലേ ആവും. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് തന്നെ റാബിസ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോവാതെ കറക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, നേരെ ചെന്ന് ഹോസ്പിറ്റലിൽ കാണുക. ഇനി വേറൊരു കാര്യം, പട്ടി കടിച്ചാൽ ഉറപ്പായിട്ടും മരിക്കും, അത് കാരണം കൊണ്ടിട്ട് പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ വിചാരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ബിക്കോസ് പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി നിങ്ങൾ ആ പ്രിവെൻഷന് വേണ്ടി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. വാക്സിൻ ഇഫക്റ്റീവ് ആവില്ല, നിങ്ങൾ ചുമ്മാ പോയി എടുക്കണ്ട, അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതിനൊരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. പോയി കറക്റ്റായിട്ട് വാക്സിൻ എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക നല്ല രീതിയിൽ, അതും 15 മിനിറ്റ് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ എല്ലാ മുറിവുകളും കഴുകുക. എന്നിട്ട് നേരെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് വാക്സിൻ എടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞത് കാരണം കൊണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി വെരി ഹാപ്പി. സോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. റാബിസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണ്. നമ്മൾ ഈ വാക്സിൻ എടുക്കുന്ന വഴിയും കറക്റ്റായിട്ട് ആദ്യം തന്നെ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നത് വഴിയും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ ചെന്ന് വാക്സിൻ എടുക്കുക. നമുക്ക്
പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരുടെയും മീരെ ബ്ലെയിം ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. സോ ബെറ്റർ ആ പറഞ്ഞത് ഫോളോ ചെയ്യാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.